ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല. അങ്ങനെ ഞങ്ങൾ ധാന്യത്തിൻ്റെ അടുത്ത് തൊട്ടിൽപ്പാലം പോകാൻ വേണ്ടിയിട്ട് ദാദാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതാ ഞാനും ഉമ്മി ഇത്താത്തി എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ വന്നപ്പോൾ വിളി തുടങ്ങിയതാ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ വന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം വിലപ്പെട്ടതാണ്, നമുക്ക് സമയം കുറവാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് പോവുകയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് പോണത്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയാൽ നല്ല രസമാണ്. കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ. കുട്ടികൾക്കാണ് ഭയങ്കര വിഷമം. സായി എല്ലായിടത്തും പോയില്ലേ, ഇവിടേക്ക് എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചും കൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയാൽ അതങ്ങ് കഴിയുമല്ലോ. ഇപ്പം ഇനിയിപ്പോൾ സമയമില്ല. ഇൻഷാ അള്ളാ ഞാൻ 17-ാം തീയതിക്കൊക്കെ ടിക്കറ്റ് എടുത്തിന്. 17-ാം തീയതി ഞാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. തൊട്ടിൽപ്പാലം പോകാൻ എനിക്കിഷ്ടമാണ്. ഞങ്ങൾക്ക് പിന്നെ അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യാത്ര ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പോകാൻ തോന്നാത്തത്. അങ്ങനെ മടിച്ച് നിന്ന് ഞാൻ പറഞ്ഞു അസ്നാനോട് ഇപ്രാവശ്യം വരുന്നില്ല, അടുത്ത പ്രാവശ്യം വരാറിനപ്പോൾ പിന്നെ ഓർക്കൊരു ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മഴയില്ലല്ലോ, കുട്ടികളായിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതാ വാളാട് വഴിയാണ് പോണത് കേട്ടോ. മാനന്തവാടി വഴിയല്ല, വാളാട് വഴിയാണ് ഞങ്ങൾ പോണത്. പിന്നെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് പോകും വരവല്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ പോയി പെരുന്നാളെല്ലാം അടിച്ച് പൊളിച്ചില്ലേ? എല്ലാവരും റാത്തായല്ലോ അല്ലേ? അപ്പോൾ പെരുന്നാളെല്ലാം നമ്മൾ അങ്ങനെ പോയി. പെരുന്നാളിൻ്റെ അന്ന് ഞാൻ എവിടെയും പോയിട്ടില്ല. വീട്ടിൽ വൈകുന്നേരം രാത്രി വരെ ആളുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ അതാ നാസ്ത പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നാസ്ത പോലും കഴിക്കാതെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. എന്താന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പിന്നെ ഓള് പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമം. കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ പിന്നെ മക്കളായിട്ടൊന്ന് വടകര ബീച്ചിലെല്ലാം പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നേരത്തെ ഇറങ്ങി ഞങ്ങൾ ഇതേപോലെ നിഴൽപ്പുഴ എത്തിയപ്പോൾ ഞങ്ങൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹോട്ടൽ കണ്ടപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോയതിന് ശേഷമാണ് ഒരു പൂരിയാണെങ്കിലും നെയ്പ്പത്തിലാണെങ്കിലും പൊറോട്ട ആണെങ്കിലും നമ്മൾ ചുട്ട് തന്നിട്ടുള്ളത്. നല്ല ഫുഡായിരുന്നു. കറിയാണെങ്കിലും നല്ല ഫ്രഷോടുള്ള കറിയായിരുന്നു. അപ്പം ആളും ഞാനും എല്ലാം അതാ കയറുന്നത്. എത്താത്ത പിന്നെ പാവം ഇപ്പം ആരും മോളെ കെട്ടിച്ചോടാവും ആരുമില്ലല്ലോ. ഞാൻ ചെറുതിനെടുത്തിട്ട് വെഹിക്കിൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ഉമ്മ താത്തി ഇവിടെ ഇരുന്ന്, ഓല അപ്പുറം ഇരുന്ന്. മോന് പോന് പൊറാട്ട തിന്നത് കേട്ടോ. മോനിക്ക് ഈ എണ്ണയിൽ പൊരിച്ച കടിയും ഒന്നും ഇഷ്ടമില്ല. പിന്നെ ആകെ പൊറാട്ട ഉണ്ടായിട്ടുള്ളൂ. അവിടെ നെയ്പ്പത്തിലും പിന്നെ ഭൂരിയും പൊറാട്ട ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പൊറാട്ടയും കഴിച്ച് ഞങ്ങൾ നാസ്തെല്ലാം കഴിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെ മുന്നിൽ നമ്മളെ സ്വന്തം വണ്ടി പോകുന്നുണ്ട് കേട്ടോ, KSRTC. ഒന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് യാത്ര ചെയ്ത വണ്ടികളാണ്, ഇപ്പോഴും ചെയ്യുന്നതാണ്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ആ വണ്ടിയിൽ, ബസ്സിൽ നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേക്കിൽ അങ്ങനെ ഞങ്ങളും പോയി. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയില്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാനും മക്കളായിട്ടാണെങ്കിലും എല്ലാം നല്ല സുഖമാണ്. ഈ മഴയാണെങ്കിൽ എവിടെയും പോകാൻ തോന്നാത്തത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഇപ്പം ഞാൻ മൈസൂർ പോകണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയമില്ല കേട്ടോ, ഒന്നിനും എനിക്ക് സമയമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ഈ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേ ഒരു പള്ളി ചുരം ഇറങ്ങിയ പാടും ആ ഒരു പള്ളി ഒന്ന് ചുരം ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മൈസൂർ പോക്ക് നിർത്തി വെച്ച് അടുത്ത പ്രാവശ്യം ഇൻഷാ അള്ളാ പഠിച്ചവന് ആയുസ് ആഫിയത്തും തന്നെ ഞാൻ പറഞ്ഞു വന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു മാസത്തിന് വന്നിട്ട് നമ്മൾ ഉള്ളാളം പോയി മമ്പറം പോയി അങ്ങനെയെല്ലാം പോയി. ഇനി ഇത്താത്താൻ്റെ വീട്ടിലും കൂടി പോകണം. അവളെ കെട്ടിച്ചോടത്ത് മൈസൂരാണേ. അപ്പോൾ ഓളും ഇളച്ചനും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി വിളിക്കും, ഷാഹിദാനെ കൂട്ടി വാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് സമയമില്ല, ഇനി സമയം ഒട്ടും ഇല്ല. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ. 17-ാം തീയതി പോകാനായില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും 2-3 സ്ഥലത്ത് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ചെറുതിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ ഇത്. ഇവരെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഈ ചിറ്റോടിറ്റ് പോലെ പിന്നെ ഇതാണ്. അപ്പോൾ ഉമ്മ വന്ന്
അവ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ടർക്കിയിലൊക്കെ ഓളതാ വെള്ളം കലക്കുന്ന നാരങ്ങ കലക്കി ഇതാ പാച്ചുമ്മ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിത് താറാവിനെയും കോഴിനെല്ലാം കാണിച്ചു കൊടുക്കണം. ഒക്കെ കൂടുതൽ അതേ ഉള്ളൂ കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ, താറാവ്, കോഴിക്കൾ. ഓളെ ഇത് അതാണ്. പക്ഷെ കോഴിക്കളൊന്നും ആർക്കും വിൽക്കാനൊന്നും അവന് വിടൂല. താറാവെല്ലാം ഇഷ്ടമുണ്ട്. എനിക്ക് 3 താറാവിനെ കിട്ടീന് കേട്ടോ. എനിക്ക് താറാവിനെ പിന്നെ വരട്ടണം എന്ന് പറഞ്ഞിട്ട് ഓന് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ 3 താറാവിനെ കൊണ്ടുത്തന്നോള്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് നല്ല പെരും മഴയത്തായിരുന്നു, പിടുത്തം വിട്ട മഴയത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഓളെ താറാവും കേട്ടോ. ഓളിപ്പോൾ ചെറിയൊരു ഷെഡ് കെട്ടി. ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ട് കുറച്ചല്ല, ഒരു 5-6 കൊല്ലമായി. അപ്പോൾ ഓളിപ്പോൾ അവിടെ ചെറിയ ഷെഡ് കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇനി പോക്കും വീടും കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് വേണം. ഇത്രത്തോളം ആയല്ലോ, പഠിച്ച അത് റാഹത്താക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഓളെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണ്. അത് പഠിച്ച റബ്ബ് അനുഗ്രഹിച്ച് കൊടുത്താലേ നമുക്ക് എന്താക്കുള്ളൂ, പെട്ടെന്ന് ഇതാവുള്ളൂ. ഒരു കല്യാണം, ഒരു വീട് വെക്കൽ, ഇതെല്ലാം അതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ ഇതാണ് ഓള്. ഇപ്പം ഇങ്ങനെ ഒരു ഇതുപോലെ അങ്ങോട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. കെട്ടല്ലെന്നിപ്പോൾ കുട്ടിപ്പാലം വന്നതാണ്. എനിക്കിവിടെ ഓളിതിങ്ങനെ പാവും പറയണം, താറാവും കോയും പാവും എല്ലാം ഉണ്ട്. എല്ലാം വാങ്ങിക്കൊടുക്കും, നോക്കണമെന്നുള്ളൂ. ഈ നാദാൾക്കാരൊന്നും ഭയങ്കര ഇരിക്കാൻ പറ്റില്ല. ഓന് കച്ചവടം ചെയ്യണം കേട്ടോ. ആ ഏരിയയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ തൊട്ടുപാലൊരു കടലുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. തൊട്ടുപാലം ഓല മോളെയാണ് തൊട്ടിൽപ്പാലം കെട്ടിച്ചത്. പക്ഷേ ഓല് എൻ്റെ ഉമ്മാനെ അനിയത്തിനെ കെട്ടിച്ചാലും എൻ്റെ ആപ്പ ഞങ്ങളെ നാട്ടിലാണ്, വയനാടാണ് കേട്ടോ. പോലെ പോലെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണിത്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളുമാണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞത് എൻ്റെ മോളെ നാത്തൂനും കൂടിയാണ്, എൻ്റെ മോളെ ഭർത്താവിൻ്റെ പെങ്ങളും കൂടിയാണ്. അനിയത്തിയുമാണ്, എൻ്റെ മോളെ നാത്തൂനാണ്. എൻ്റെ മോളെ ഓരോന്ന് പടിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിന് ഒറ്റ ബിരിയാണി, നെയ്ച്ചോറ്, തേങ്ങാച്ചോറ് ഒന്നും വേണ്ട, സാധാ ചോറ് വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ വെള്ളമെല്ലാം കുടിച്ച് മറ്റുള്ളവർ കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് പോയിന്. ഞങ്ങൾ ഇതാ നല്ല മാങ്ങ ചെത്തി കഴിക്കുകയാണ് കേട്ടോ. ഇതാ മറ്റേ ആൾക്കാർ വെള്ളം കുടിച്ച് ഓല് പുഴയിലിതാ എല്ലാവരും പോയി. ഓളെ ഭർത്താവും മക്കളും എൻ്റെ മരുവനും അവ്വാച്ചിയും പാച്ചുമ്മി അന്നും ഓളെ മുത്തച്ഛൻ്റെ കുട്ടിയും എന്താ നമ്മളെ ടൂറ്റും എല്ലാവരും ഉണ്ട്. അവല്ലതാ ഭയങ്കര ഇഷ്ടമല്ലേ. ഇതാ പോയ പാടും പോയതാണ്, പിന്നെ പുഴയിൽ പോയതാണ് കുളിക്കാൻ. പിന്നെ കുറേ സമയം അതിന് വരുമ്പോൾ കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറും തിന്ന പാടും ഞങ്ങൾ വടകരയും പോയി. വടകര ബീച്ചിൽ പോയി. അവിടെ പാർക്ക് കയറി കുട്ടികളെ ഒരുപാട് സമയം ഊഞ്ഞാലിലും കാര്യങ്ങളെല്ലാം കളിപ്പിച്ചു. നല്ല തെളിഞ്ഞ വെള്ളമല്ല. ഞാൻ പോയിട്ടില്ല, അവരാണ് പോയത്. ഞങ്ങൾ ആരും പോയിട്ടില്ല. മക്കളെയും കൂട്ടി ആഷിപ്പും പോയി. നിസാറ്, മക്കൾ, ഓണ ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഇതാ പോയി കളിക്കുകയാണ്. അപ്പോൾ ഇതാ ഫുഡ് നല്ല ബീഫ് വരട്ടിയത്, നല്ല മാന്തൾ പൊരിച്ചത്, തിരണ്ടി മുളകിട്ടത്, കൊഞ്ചം കറി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി മുരിങ്ങൻ്റെലും ചക്കക്കുരു കറി വെച്ചിട്ടുണ്ട്. വെണ്ടക്ക തോരനുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ഞാനിതാ ഉമ്മാക്ക് വിളമ്പി കൊടുക്കും. ഉമ്മ പറയാം മോളെ എനിക്ക് കുറച്ച് മതിയെന്ന്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിന് എടുത്തിടുന്നതാണ് കേട്ടോ. ഉമ്മ അത്രേ കഴിച്ചിട്ടുള്ളൂ. ഉമ്മ വന്നപ്പോൾ ഓള് പത്തിരി ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓളും മാളും എല്ലാം, പിന്നെ മാളും പിന്നെ മറ്റോളോ ഇന്നാനി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയും പത്തിരി തിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾക്ക് വിശപ്പില്ല. നല്ല രസമുണ്ടായിരുന്നു കൊഞ്ച് കറി, പച്ചക്കറി എല്ലാം. അപ്പോൾ ഞാനും പാച്ചുമ്മയും മാളും എല്ലാം അതാ കഴിക്കുന്നു. എല്ലാവരും പറയും ചമച്ച് തിന്നെന്ന്. എനിക്ക് തിന്നുന്നേ ഒരു മടുപ്പാണ്. ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ്. ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കഴിക്കൽ ഞാൻ എന്താണ്, എനിക്ക് ഈ വായിലിങ്ങനെ വെച്ച് ചമക്കുന്നേ ഇഷ്ടമില്ല. പെട്ടെന്ന് ഇറക്കി കളയുക ചെയ്യുക. പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടുതൽ കറി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇതാ വടകര പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓല ജീപ്പിൽ അനിയത്തിൻ്റെ ജീപ്പ് കയറി കേട്ടോ. മറ്റോലെല്ലാം പിന്നെ കാറിലും. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ച് ഇതാ ഓല് വരുന്നത് മക്കളും ഉമ്മയും എല്ലാം കാറിൽ കയറി. ഞങ്ങൾ ജീപ്പിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതല്ലല്ലേ നമ്മളെ നാട്ടിൽ വന്നാൽ ഇതാണ്. ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കും, അവിടെ പോകും. ഇതെല്ലാം എൻ്റെ പിന്നെ നാട്ടിൽ ബിസിയായിട്ട് ഇതാവുന്നത്. ഒരു സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട്
പിന്നെ എന്തെങ്കിലും എല്ലാം പരിപാടിയും കാര്യങ്ങളും എല്ലാവരും വരുത്തും പോക്കും എല്ലാം ഉണ്ടാവും. ഒട്ടും സമയം ഉണ്ടാവില്ല. ഇപ്പോൾ പെരുന്നാൾക്കൊന്നും ഞാൻ എവിടെയും പോയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി വരെ ആളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ വടകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വടകര ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് ഇതാ. അപ്പോൾ നിസാറിൻ്റെ വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്. നിസാർ എന്നാണ് പേര്. തൊട്ടിൽപ്പാലം കേട്ടോ. പിന്നെ ഓൻ്റെ ഒരു ഫ്രണ്ടും ഓൻ്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. പോലും കൂടി കൂട്ടി ഇതാ ഞങ്ങൾ ബീച്ചിലെത്തി. ഞങ്ങളെല്ലാവരും കൂടിയാണ് അപ്പോൾ പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അങ്ങോളം വേണം. അതാണ് ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും ഒന്ന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഞങ്ങൾ ഇതാ പാർക്കിലോട്ട് കയറിയാണ് കേട്ടോ. പാച്ചുമ്മ കുട്ടീനെ എടുത്തിട്ട് ഓടുകയാണ്. കുട്ടി ആരടുത്തും പോകില്ല, മോളെ ചെറുത്. അപ്പോൾ ഓള് കിട്ടിയ ഇതിന് സന്തോഷം കൊണ്ട് അതിനായിട്ട് ഓടുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 5 റിയാൽ എന്ന് പറയുന്നത് 5 രൂപയും പിന്നെ വലിയ ആൾക്കാർക്ക് 10 രൂപയും ടിക്കറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല, കുഴപ്പമില്ല. കുട്ടികൾക്ക് ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇഷ്ടംമാതിരി കളിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ചില സ്ഥലത്ത് പോയാൽ എന്താണ് നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റില്ല, കച്ചറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് വൃത്തിയെല്ലാം നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടമായി സാധനങ്ങളുണ്ട്. കുട്ടികൾക്ക് ഇതന്നെയായിരുന്നു പണി. ഐസ് തിന്നലും ഐസ്ക്രീമും ഉരുളക്കിഴങ്ങും പൊരിച്ചതും പിന്നെ അത് ഉപ്പിലിട്ടതെല്ലാം. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ അസ്നാനോട് പറഞ്ഞു വാ അസ്ന നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാണ് നമ്മളെ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല, നല്ല വൃത്തിയുള്ള ഒരു പാർക്ക്. ഇതാ മോനെല്ലാം നിൽക്കുന്നത്. ഇതാ മക്കൾ ഇതാ നല്ല കളിയാണ്. പാച്ചുമ്മ അവ്വാച്ചും നിച്ചുമോനെല്ലാം ഉണ്ട്. അനിയത്തിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ. ഞങ്ങൾ കുറേ സമയം അപ്പോൾ ഞാനും ഉമ്മി ഇതാ മാളും മോളും എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവിടെ. കുട്ടികൾ കളിക്കുന്നത് നോക്കും. ഉമ്മക്ക് ഭയങ്കര ബേജാറാണ് മക്കൾ പോകുമെന്ന്. അപ്പോൾ ഉമ്മ കണ്ണ് വിട്ടതാ ചെറുതിൻ്റെ കണ്ടിയില്ലേ, ഇതാ മോനെ പിടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അതിമന്ന് കയറുമ്പോൾ അതിമന്ന് എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലേന്. കണ്ട എല്ലാവരും നോക്കുകയാണ്. കണ്ട ഭയങ്കര കരച്ചിലേന്. പിന്നെ ഓല് മാങ്ങ വാങ്ങിക്കൊടുന്ന്. നല്ല രസമുണ്ടായിരുന്നു മാങ്ങ കേട്ടോ. നല്ല മുളകിട്ട മാങ്ങ. അപ്പോൾ ഇതല്ലേ ഒരു രസം. നാട്ടിൽ വന്നാൽ അടിപൊളി. നമ്മളെ ഫാമിലിയുടെ കൂടെ എല്ലായിടത്തും പോകും. അപ്പോൾ ടൂറ്റു പറയാണ് എനിക്കും വേണം വലുത് വേണം എന്ന് പറഞ്ഞാൽ അവ്വതാ പറയാണ്. ഓള് പൈനാപ്പിൾ അറുത്തീന്. ഞങ്ങൾ ഊഞ്ഞാൽ കളിക്കട്ടെ പറഞ്ഞിട്ട് പോയി നിച്ചു തിന്നിട്ട് എരിഞ്ഞിട്ട് വെള്ളം കുടിച്ച്. ഓളെ 3 കുട്ടികളാണ് കേട്ടോ. അത് പാച്ചു, നിച്ചു, ടൂറ്റു. 2 പെണ്ണും 1 ആണുമാണ് ഓക്ക്. പിന്നെ ഞങ്ങളിതാ ഇവിടെ മേലെ കയറി. എന്നാൽ ഞാൻ പറഞ്ഞില്ല നല്ല വൃത്തിയുണ്ട്. അതുമല്ല കുട്ടികളെ ഇതായാൽ വീവില്ല. ഊഞ്ഞാലെല്ലാം നല്ല താത്തിയിട്ടാണ് ഓല് ഉണ്ടാക്കിയത്. എല്ലാം നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ അവൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇറങ്ങിയിട്ടോ. നല്ല കാറ്റാണ്. ആരും ഒന്നും പറയണ്ട. ഷാളെല്ലാം പോയാൽ നല്ല കൊടുത്തോട്ടം കാറ്റാണ്. എന്താ ചെത്തൈസ് എന്ന് പറഞ്ഞിട്ട് ഇതാ തിന്നുന്നു. ഒരു ഗുണവുമില്ല. പക്ഷെ ഇവരെല്ലാം ഭയങ്കര ആക്രാദത്തോടെ തിന്നുമ്പോൾ നമുക്ക് കൊതിയാവും. അതിൻ്റെ അനിയത്തിൻ്റെ മൂത്ത മോളാണ് കേട്ടോ. പാച്ചുമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓളെ ഞാൻ നോക്കിയതാണ്. ഞാനില്ല, ഓളെ ഉമ്മാനെയും ഞാൻ നോക്കിയതാണ്. ഇവള് പിന്നെ എന്താണ് അസ്ന പാച്ചുമ്മാൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു.
നമ്മളെ അടുത്ത് തന്നെയാണ് സ്കൂളിൽ പോക്കും ഇതെല്ലാം. ഇപ്പോൾ അത് പാച്ചുമ്മ അതന്നെ, പാച്ചുമ്മ ചെറുപ്പത്തിൽ എന്നെ വിട്ട് പോവുകയില്ലേനു. ഞാൻ ദുബായി വിട്ടിട്ട് 5-5.5 കൊല്ലം ഉണ്ടായില്ല നാട്ടിൽ. ഇവൾ എന്നെ വിട്ടിട്ട് പോവുകയില്ല. കരച്ചിലാണ്, സ്വന്തം ഉമ്മാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും കരഞ്ഞ് എടുത്ത് പോക്കാണ്. അത്ര ഇഷ്ടമായിരുന്നു. അതിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ പോയത്. ഇപ്പോഴും ജീവനാ. അസ്നയാണെങ്കിലും ഓളെ ഉമ്മയാണെങ്കിലും എൻ്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങളോട് തന്നെ നിന്ന് വളർന്നതും എല്ലാം പഠിച്ചതും കാര്യമെല്ലാം. ആ ഒരു സ്നേഹവും നന്ദിയും ഒന്നും ഓൾക്ക് ഇന്നും അന്നും എന്നും ഓള് നിലനിർത്തി കൊണ്ടുപോകുന്നൊരു പെണ്ണാണ് കേട്ടോ എൻ്റെ അസ്ന. അന്ന് തന്ന സ്നേഹം ഇന്നും ഓള് തരുന്നുണ്ട്. നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതാ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓല വണ്ടിയിലും കയറി, ഞങ്ങൾ കാറിലും കയറി. എന്താണെന്ന് പറഞ്ഞാൽ നേരെ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് മക്കളായിട്ടൊന്ന് ചെറുങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ എല്ലാം കുടിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ഞാനും ഇത്താത്തയും പിന്നെ അസ്നാൻ്റെ പിന്നെ നിസാറും മോനുമാണ് പോയത്. പാച്ചുമ്മ ഇതാ വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ വെയ്ത്താലെ വരുന്നുണ്ട് കേട്ടോ. വടകര വെച്ചിട്ട് നല്ല മീൻ. ഞാൻ കല്ലുമ്മക്കായി വാങ്ങാനാണ് പോകുന്നത്, പക്ഷേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കല്ലുമ്മക്കായി തോടോടെ ഓല് തൂക്കുന്ന കണ്ടിട്ട് നിസാറിന് ദേഷ്യം പിടിച്ചിട്ട് കല്ലുമ്മക്കായി വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. വില എല്ലാം പറയാം, കുറച്ച് കല്ലുമ്മക്കായേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മോൻ പറഞ്ഞു നമ്മളോട് ഇത്രയും വില ഇല്ലാണ്ട് ഇവിടെ 340 നമ്മളോട് അന്ന് 200 ചില്ലറ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെന്ന് പറഞ്ഞാൽ പക്ഷേ തോടോടെ ഇട്ടപ്പോൾ ദേഷ്യം പിടിച്ചു. തോട് മാറ്റി, ഇല്ലാത്ത തോട് മാറ്റുന്ന പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നേ ഇല്ല. ഇയാൾ പൊളിച്ച തോടെല്ലാം എടുത്ത് തൂക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വീണ്ടും തിരിച്ചിങ്ങനെ പോരുകയാണ്. ഇനിയിപ്പോൾ എവിടെയും പോകാൻ വയ്യ കേട്ടോ. ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എവിടെയും പോയിട്ട് കാര്യമില്ല, കിട്ടുന്ന സമയം ഇനി അത്ര ദിവസമല്ലേ ഉള്ളൂ. 17-ാം തീയതി പോവുകയാണ്. ഇന്ന് ഇപ്പോൾ എത്രയായി, 9-ാം തീയതി ആയി. എന്താ ഞങ്ങൾ ചായ കുടിക്കാൻ നല്ല ചായയും കടിയല്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എവിടെയും പോകണ്ട. ഇനിയിപ്പോൾ നാളെ ഒന്ന് ടൗണിൽ പോകണം. മോൻ്റെ ബർത്ത്ഡേ ആണ് 14-ാം തീയതി. പിന്നെ എനിക്ക് അത്യാവശ്യം സാധനങ്ങളും കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങണം, നൈറ്റിയും കാര്യങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ അതിനെല്ലാം നാളെ ഇനി ഇറങ്ങണം. അപ്പം ഇത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഇത് നമ്മളെ കുറ്റ്യാടി ടൗണാണ്. അപ്പോൾ കുറ്റ്യാടിയിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും